ഡോക്ടർ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സ്പെഷ്യലി ഫോർ ദ സ്റ്റുഡൻസ് ഈ പരീക്ഷാ പേടി എന്നുള്ളത് ഫിയർ ഓഫ് എക്സാമിനേഷൻ അതിന് ഫലപ്രദമായ ചികിത്സയുണ്ടോ? നല്ല ചോദ്യം. തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ 100% വിശ്വസിക്കാവുന്ന മെഡിസിൻ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഡിഗ്രി എല്ലാം 10ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോകും. പഠിക്കാൻ വലിയ പ്രതീക്ഷയോട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ സാഹചര്യങ്ങൾ അവരെ അലട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് സബ്ജക്റ്റ് കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞുന്ന മാനസികമായിട്ട് ഡിപ്രഷനായിട്ടൊക്കെ കുട്ടികളുണ്ട്. ഇവിടെയാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ചെയ്യാനുള്ളത്. ആ കുട്ടീനെ വിളിച്ചിരുത്തി അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ ഓരോ ഫിയറിനും ഓരോ മെഡിസിനാണ്. ഓക്കെ. കാരണം ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, മനസ്സ് അവനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടീനെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പെങ്കിലും ഒരു 2 ആഴ്ച മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ കാം ആൻഡ് ക്വയറ്റായിട്ട് അവൻ പരീക്ഷ പോയി എഴുതി വരും. ഇത് 1, 2 അല്ല, ആയിരക്കണക്കിന് കുട്ടികളെ പരീക്ഷിച്ചിട്ട് ഇപ്പം ഞാൻ തന്നെ ഒരു പുതിയ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ പുതിയ പബ്ലിക്കിന് ക്ലാസ് എടുക്കാൻ പോകുന്നു. ആ സമയത്ത് ഞാനൊരു മെഡിസിൻ കഴിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പേഷ്യൻറ്റിനെയും ഫോക്കസ് ചെയ്യാനും പബ്ലിക്കിനെ ഫോക്കസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇവിടെ ആ മരുന്ന് കഴിച്ചുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോണില്ല. ഒരു എനർജി ബൂസ്റ്ററാണ്. സൈഡ് എഫക്റ്റും ഇല്ല. ഒരു എനർജി ബൂസ്റ്ററായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ അവൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് അവന് രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ പരീക്ഷ കുറേ സപ്ലൈ ഉണ്ട്, അതുണ്ട്, ഒന്നും പറ്റുന്നില്ല, വീട്ടുകാരും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, ഇവൻ ആകെ ടെൻഷനിലാവും, ഒരു മാസ്റ്റർലെസ് ലെവലിൻ്റെ ഓടി നടക്കും. ആ സമയത്ത് നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടറെ കാണുകയാണെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ 1 മാസം മരുന്ന് കഴിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ പരീക്ഷാ ഭയത്തിന് ഏറ്റവും നല്ല മെഡിസിൻ അവനെ കാമായിട്ട് ക്വയറ്റായിട്ട് അവന് ഒരു പുതിയ ജീവൻ കൊടുക്കാൻ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പറ്റും. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതിശയം തോന്നുന്നു, എന്താണ് ഈ ഡോക്ടർ പറയണമെന്ന്. അതിനാണ് ഞാൻ കുറച്ച് മുമ്പ് ബുക്കിൽ കാണിച്ചു തന്നത്.